പ്രിയമുള്ളവരെ, മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോ ആയ കൈരളി ടിവിയുടെ പട്ടുറുമാൽ റിയാലിറ്റി ഷോയിൽ ജഡ്ജസിനെ പോലും പെർഫോമൻസ് കൊണ്ട് ഞെട്ടിച്ച കരുനാഗപ്പള്ളിക്കാരിയായ അസ്ന നിസാമിനെയാണ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. കൈരളി ടിവി പട്ടുറുമാലിന്റെ 12ാം സീസണിന്റെ ടൈറ്റിൽ വിന്നർ അസ്ന നിസാം. ആദ്യം തന്നെ എല്ലാവിധ അഭിനന്ദനങ്ങളും. ഇപ്പൊ എന്താ ചെയ്യുന്നേ? ആക്ച്വലി എവിടെ പഠിക്കുന്നേ? കരുനാഗപ്പള്ളി ബോയ്സിലാണല്ലേ. അപ്പോൾ കുട്ടിക്കാലം മുതൽ ഈ ഒരു സംഗീതത്തോടൊരു താല്പര്യമൊക്കെ ഉണ്ടായിരുന്നോ? കുഞ്ഞിലെ മുതൽ പഠിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ചെറുപ്പം തൊട്ടൊക്കെ പാടുമായിരുന്നു? പാടുന്നുണ്ടല്ലേ? പാട്ട് പഠിക്കാൻ വല്ലതും പോകുന്നുണ്ടോ? ഹിന്ദുസ്ഥാനിയാണ് പഠിക്കുന്നത്. സുശാന്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാർ. ഹിന്ദുസ്ഥാനി നമ്മൾ ഇതുവരെ അസ്നയുടെ സൈഡിൽ നിന്ന് കേട്ടിട്ടില്ല തോന്നുന്നല്ലേ? ഞാൻ പട്ടുമാലില് എൻ്റർ ചെയ്തപ്പം പഠിക്കാൻ തുടങ്ങിയതാണ്. ജസ്റ്റ് ഹിന്ദുസ്ഥാനിയുടെ ഒരു 2 വരി ഒന്ന് ഇത് ചെയ്യാൻ പറ്റുമോ? ഹിന്ദുസ്ഥാനി സൂഫി സോങ്, ഒരു സൂഫി സോങ്. याद पिया की आए हरा, याद पिया की आए, याद पिया की आए हरा, याद पिया की जाए है, ये दुख सहा न जाए है राम, याद पिया की आए. അടിപൊളിയായിട്ട് പാടി. നമുക്കിപ്പോൾ ഇത്രയും ക്ലോസപ്പിൽ നമ്മൾ ഈ ചാനലിലൂടെയും മറ്റ് നമ്മുടെ ടെലിവിഷനിലൂടെയൊക്കെ നമ്മൾ കണ്ടപ്പോഴത്തേക്ക് നമുക്ക് ഇത്ര ഡെപ്ത് ഉണ്ടെന്നൊന്നും നമുക്ക് അറിയത്തില്ല. നമ്മളിങ്ങനെ ജസ്റ്റ് അങ്ങനെ കാണുന്നുള്ളതല്ലേ. പക്ഷെ ഇത് നേരിട്ട് അടിപൊളി, സൂപ്പറാണ്, നല്ല വോയിസ് ആണ് കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിലാരാ ഏറ്റവും വലിയ ഗായകര്? വീട്ടിലെ ഉമ്മ, വാപ്പ, അങ്ങനെ ആരെങ്കിലുമൊക്കെ? വാപ്പി നന്നായി പാടുമല്ലേ? അപ്പൊ വാപ്പിയാണ് നമുക്ക് കുറച്ചും കൂടെ ഒരു അല്ലേ ഇൻസ്പിറേഷൻ ആണ്. വാപ്പിയാണ് ഇൻസ്പിറേഷൻ അല്ലേ? ഈ പട്ടുറുമാൽ എന്ന് പറയുമ്പം മാപ്പിള ഗാനത്തിന്റെ രംഗത്ത് കഴിഞ്ഞ 10 വർഷത്തിലേറെയായിട്ട് വലിയൊരു വേദി ഒരുക്കിയതാണ് പട്ടുറുമാൽ എന്ന് പറയുന്നത്. അപ്പം അതിൽ ഈ ഒരു രീതിയിൽ ടൈറ്റിൽ വിന്നറായിട്ട് വന്നപ്പോൾ നമുക്ക് സ്കൂളിലും നമ്മുടെ നാട്ടുകാരും അതുപോലെ കൂട്ടുകാരുടെയൊക്കെ ഇടയ്ക്ക് ഒരു താരപരിവേഷം കിട്ടുന്നുണ്ടോ? ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് പോലെ വരുന്നുണ്ടോ? അത്യാവശ്യം വരുന്നുണ്ട്. പ്രോഗ്രാംസിനൊക്കെ പോകുന്നുണ്ടോ? നമ്മൾ ഈ അല്ലാതെ നമുക്ക് എന്തെങ്കിലും ട്രൂപ്സോ അങ്ങനെ എന്തെങ്കിലും പരിപാടികളായിട്ട് പോകുന്നുണ്ടോ? ഇല്ല, ഇപ്പം ട്രൂപ്പുകളൊന്നും ചെയ്യുന്നില്ല, അല്ലാണ്ട് പ്രോഗ്രാംസ് ഇൻഡിവിജ്വലായിട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? 15 കണ്ടസ്റ്റൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ സാധാരണ ഒരു റിയാലിറ്റി ഷോയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എലിമിനേഷൻ റൗണ്ടുകൾ ഇല്ലാതെ തന്നെ ലാസ്റ്റ് ഗ്രാൻഡ് ഫിനാലെ വരെ ഈ 15 പേരും എത്തി. അതിൽ നിന്നാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു രീതിയായിരുന്നു ഇതിലുണ്ടായിരുന്നത് അല്ലേ? അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നമുക്ക് ആ ഒരു രീതിയിലോട്ട് എത്തിയപ്പോൾ അവസാനം 15 പേരും ഒരുപോലെ വരുന്നു. അപ്പം നമുക്ക് അതിനെന്തെങ്കിലും ഒരു ടെൻഷനോ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? ആ ഒരു സാഹചര്യം എന്തായിരുന്നു? ആദ്യം മുതൽ തന്നെ കുട്ടികളെല്ലാവരും നന്നായിട്ട് പാടുന്ന കുട്ടികളായിരുന്നു. എല്ലാവരും നന്നായി പാടുന്നതാണ്. എന്നെക്കാട്ടി ചെറിയ കുട്ടികൾ 3 ആളെ ഉണ്ടായിരുന്നു. ബാക്കി എല്ലാവരും എന്നെക്കാട്ടി വലിയ ഇക്കമാരും ആണ്. അപ്പോൾ എന്തായാലും അങ്ങനെ ആ ഒരു 1 ഇയർ ജേർണി ആയിരുന്നു. അപ്പോൾ അതിലെല്ലാവരും നല്ല ഇമ്പ്രൂവ് ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഫൈനലിൽ എല്ലാവരും വരാൻ കാരണം. അപ്പോൾ ഫൈനൽ വന്നപ്പം പേടിയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ എല്ലാവരും ഉണ്ട്. അപ്പോൾ ആർക്ക് പ്രൈസ് കിട്ടും എന്നുള്ളൊരു എല്ലാവർക്കും ഇടയിലൊരു ഇതുണ്ടായിരുന്നു. എല്ലാവർക്കും തമ്മിൽ ആർക്ക് കിട്ടിയാലും ഞങ്ങൾക്ക് സന്തോഷമാണെന്നുള്ള അല്ലേ? ആർക്ക് അത്രയും ഒരു സൗഹൃദം ബന്ധമായിരുന്നു അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ജഡ്ജസ് ഇടയ്ക്ക് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു, അസ്നയുടെ വോയിസ് തുടക്കത്തിൽ ഒരു ബ്രീത്ത് ഡൗൺ ആവുന്നൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ വലിയൊരു ഗ്രൗണ്ട് സപ്പോർട്ടാണെന്ന് കേട്ടു അല്ലേ? ആണോ? തീർച്ചയായിട്ടും അത് ഓഡിയൻസ് അത്ര നമ്മൾ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ചുകൊണ്ടാണ് ആണല്ലേ. അപ്പൊ അതിനുശേഷം പെർഫോമൻസ് ഓരോ ലെവൽ കഴിയുന്നതോറും വീണ്ടും നമ്മളെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം റീച്ച് ആക്കുമായിരുന്നു അല്ലേ? മാക്സിമം ഹാർഡ് വർക്ക് ചെയ്തല്ലേ? ഇവിടെ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഒരു സോങ് ഉണ്ട് നമ്മുടെ ആട് ജീവിതത്തിലെ കേട്ടാണല്ലോ. അപ്പൊ ആ സോങ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, അങ്ങകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോ, നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോ
ഇപ്പോൾ എന്നിരുന്നാലും അറിയണുണ്ടേ നിന്ദാമന്തരി വരേടുത്തതിൽ കണ്ടില്ല കണ്ടില്ല നിന്നനവ് കണ്ടില്ല കണ്ടില്ല നിന്നനവ് പെരിയോനേ റഹ്മാനേ പെരിയോനേ റഹീം പെരിയോനേ റഹ്മാനേ പെരിയോനേ റഹീം. അസ്നയെ പരിചയപ്പെടുത്തിയ പോലെ തന്നെ നമുക്ക് ഒരിക്കലും പരിചയപ്പെടുത്താതെ പോകാൻ പറ്റത്തില്ല അസ്നയുടെ വാപ്പയെ കൂടി പരിചയപ്പെടുത്തുക. കാരണം അസ്നയെ ഈ ഒരു പാട്ടിൻ്റെ രംഗത്തേക്ക് കൈപിടിച്ച് ഉയർത്തിയ ചെറുതിലെ മുതൽ എല്ലാ രീതിയിലും കൈപിടിച്ചപ്പോൾ കൂടെ പാട്ടിൻ്റെ രംഗത്തേക്ക് കൂടെ കൈപിടിച്ച് ഉയർത്തിയ വാപ്പയെ കൂടെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഒക്കെ പേരെങ്ങനെയായിരുന്നു? നിസാമുദ്ദീൻ. ഒക്കെ നന്നായി പാടുമെന്നാണ് മോള് പറഞ്ഞത്. പാടുമോ? ഞാൻ സ്കൂൾ ടൈമിലൊക്കെ പാടുമായിരുന്നു. ഈ സ്കൂൾ കോമ്പറ്റീഷൻ പരിപാടിക്കൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അതല്ലേ, കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം പിന്നെ അത് ബ്രേക്കായി പോയി. പിന്നെ മോളാണ് ഇപ്പോൾ. അപ്പൊ എവിടെയോ ഒരു നിമിഷം ബ്രേക്കായി പോയ ആ ഒരു കഴിവിനെ മകളിലൂടെ വിജയം കണ്ടെത്തി ആശ്വാസമേകുന്ന ഒരു പിതാവിനെ കൂടിയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പൊ നമുക്ക് ഇവർക്ക് വേണ്ടിയിട്ട് ആ വഴിയിൽ എവിടെയോ നിന്ന് പോയ ആ ഒരു സംഗീതത്തിന്റെ ഒരു 2 വരി നമുക്ക് വേണ്ടി ഇപ്പോൾ ഒന്ന് പാടാമോ? ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ നോമ്പുകാലമൊക്കെ ആയതുകൊണ്ട് നമുക്കൊരു മാപ്പിളപ്പാട്ടിൻ്റെ 4 വരി ഫിലിം സോങ് തന്നെയാണ്. 1000 കാതമകലയാണെങ്കിലും മായാതെ മനസ്സിൽ ലക്ഷങ്ങളെത്തി നമിക്കും മദീന അക്ഷയ ജ്യോതിസിൻ പുണ്യഗേഹം സഭാമർവാമലയുടെ ചോട്ടിൽ. മാപ്പിളപ്പാട്ട് മാത്രമല്ല അസ്നയ്ക്ക് വശമുള്ളത്, മറ്റെല്ലാ തരം പാട്ടുകളും വശമുണ്ട്. അപ്പം നമുക്ക് മാപ്പിളപ്പാട്ടല്ലാത്ത മറ്റൊരു പാട്ട് കൂടി അസ്നയുടെ കേട്ട് നോക്കാം. കായമെങ്കും തന്നാലെ ആരിപ്പോന മായമെന്ന പൊന്മാനേ പൊന്മാനേ എന്ന കായമാന പോതും. അപ്പോൾ അസ്ന, ഈ പട്ടുറുമാൽ റിയാലിറ്റി ഷോ അസ്നയ്ക്ക് പുതുമ ഉള്ള കാര്യമല്ല. കാരണം ഇതിനു മുമ്പ് റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിട്ടുണ്ടോ അല്ലേ? ഞാൻ ഫ്ലവേഴ്സിന്റെ ടോപ്പ് സിംഗറിലുണ്ടായിരുന്നു. ടോപ്പ് സിംഗറുണ്ടായിരുന്നു. അത് ഫൈനൽ വരെ എത്തിയിരുന്നോ? ഫൈനൽ വരെ എത്തിയിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് മാപ്പിളപ്പാട്ട് മാത്രമല്ല എല്ലാ രീതിയിലുള്ള തലങ്ങളിലും നമ്മൾ എത്തപ്പെടുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇനി എന്താണ് ഭാവി പരിപാടി? എന്താ, പാട്ടുമായിട്ട് മുമ്പോട്ട് പോകുന്നു, പഠനവുമായിട്ട് പോകുന്നു, എങ്ങനെയാണ്? രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമാണ്. അപ്പോൾ എന്തായാലും കരുനാഗപ്പള്ളിക്ക് അഭിമാനമായി ലോകമറിയപ്പെടുന്ന നല്ലൊരു ഗായികയായി വരട്ടെ എന്ന് ആശംസിക്കുക. അപ്പോൾ വീണ്ടും പുതുമയാർന്ന വീഡിയോകളുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ, സ്റ്റേ ട്യൂൺ.